നമസ്കാരം. നമ്മൾ ഓർഗാനിക് കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുവരെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ ഫാമുകളാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫാമിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് നമ്മൾ കാർഷിക രീതിയിലേക്ക് ഒന്ന് തിരിച്ചു വരുന്നുണ്ട്. നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ കുറേ കൂടുതലായിട്ടും അങ്ങനെ കാർഷിക രീതിയിലുള്ള വീഡിയോകളാണ് ചെയ്തിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് അതുപോലുള്ളൊരു വീഡിയോ ആണ്. പക്ഷേ അതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പ്രത്യേകിച്ചിട്ടൊന്നുമില്ല, നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് മഞ്ഞക്കൂവ സാധാരണ നമ്മുടെ കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് വിൽക്കുന്നൊരു പ്രവണത കുറേ കാലമായിട്ട് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നുണ്ട്. അത് പല ആളുകൾക്ക് ഈ കസ്തൂരി മഞ്ഞൾ എന്താണെന്നോ മഞ്ഞക്കൂവ എന്താണെന്നോ തിരിച്ചറിയാത്തൊരു പ്രശ്നമുണ്ട്. നമ്മളിന്ന് അതിൻ്റെ ഒരു സംശയം തീർക്കുകയാണ്. നമ്മൾ നല്ല രീതിയിൽ ഈ കസ്തൂരി മഞ്ഞൾ കൃഷി ചെയ്യുന്ന രണ്ട് യുവ കർഷകരെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത് തൃപ്പനച്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ജാബിർ, ഷിബു ഗോവിന്ദൻ എന്ന രണ്ട് കർഷകർ ഈ നമ്മുടെ കസ്തൂരി മഞ്ഞൾ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നു. അത് കൃഷി ചെയ്യുക മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ കസ്തൂരി മഞ്ഞൾ ക്രീം കളറിലാണ്. ശരിക്കും നമ്മുടെ കസ്തൂരി മഞ്ഞൾ കാണപ്പെടുന്നത് ക്രീം കളറിലാണ്. പക്ഷെ നമ്മൾ പുറമേ നിന്നൊക്കെ വാങ്ങുന്ന കസ്തൂരി മഞ്ഞളിൻ്റെ നമുക്ക് കാണാൻ കഴിയുക മഞ്ഞ കളറാണ്. അപ്പോൾ എന്താണ് ഈ കസ്തൂരി മഞ്ഞളിൻ്റെ യഥാർത്ഥ വശം എന്നുള്ളത് നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇവർ ഏറ്റവും വലിയ പ്രത്യേകത, ഇവർ ഇവിടെ മാത്രമല്ല കേട്ടോ, ഇത് ലോകത്തൊട്ടാകെ ഇവർ ഇത് വിൽപ്പന നടത്തുന്നുണ്ട്. അതാണ്, ഇന്ത്യയിൽ മാത്രമല്ല പുറത്തോട്ടും ഇതിനെ പൊടിയാക്കിയിട്ട് വിൽപ്പന നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് ചോദിക്കാം. എന്തായാലും ഓർഗാനിക് കേരളത്തിൻ്റെ ഈ വീഡിയോ എല്ലാവരും കാണുക. അതിനുശേഷം നമുക്ക് നിങ്ങളുടെ കമൻറ്റുകൾ തരിക. കമൻറ്റുകൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് ചർച്ച ചെയ്യാം. ഞാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലേ ഈ ഇതുപോലെ കാർഷിക പരിപാടികൾ സംഭവങ്ങളൊക്കെ ആയിട്ട് പോകാറുണ്ട്. പക്ഷെ ഇങ്ങനൊരു അതായത് മഞ്ഞൾ, കസ്തൂരി മഞ്ഞൾ ചെയ്യുക, അതിങ്ങനെ ജോയിനായിട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താണ് നിങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാൻ കാരണം? നമ്മൾ ഒരു വെറൈറ്റി കൃഷികൾ ചെയ്യുക എന്നുള്ളത്, കൃഷി പൊതുവെ താല്പര്യമാണ്. ഏത് കൃഷിയാണെങ്കിലും നമ്മൾ പണ്ട് മുതലേ പലതരത്തിലുള്ള പച്ചക്കറി മുതൽ ഗ്രോ ബാഗ് കൃഷി, അതുപോലെ തന്നെ വാഴ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും തന്നെ സംയുക്തമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ പല സുഹൃത്തുക്കളെയും കൂട്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മുമ്പും കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അപ്പോഴാണ് നമ്മളെ സോഷ്യൽ മീഡിയയും മറ്റുള്ള പുതിയ കൃഷി രീതികൾ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു കൃഷി താല്പര്യമുണ്ട്, ഒപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടുള്ള അതും കൂടെ രണ്ടും കൂടെ അതിനെ മിങ്കിൾ ചെയ്യിച്ചിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവം. അങ്ങനെയാണ് നമ്മൾ ഈ കസ്തൂരി മഞ്ഞളിലേക്ക് എത്തിപ്പെടുന്നത്. മാത്രമല്ല, നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ഒരു കസ്തൂരി മഞ്ഞളുണ്ട്, മഞ്ഞ കസ്തൂരി. നമ്മളൊക്കെ മനസ്സിലാതായിരുന്നു കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞാൽ മഞ്ഞയായിരുന്നു. അപ്പോൾ അത് അല്ല എന്ന് അറിഞ്ഞപ്പോൾ, മാത്രമല്ല നമ്മുടെ കാർഷിക സർവകലാശാലകളും പിന്നെ പല ഇങ്ങനെ സുഗന്ധ ഗവേഷണ സെൻ്ററുകളൊക്കെ ഇതല്ല, യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ക്രീം കളറാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ പഠിക്കുകയും ഇത് കൃഷി ചെയ്യുന്ന ആളുകൾ അവരെ വീട്ടിൽ പോവുകയും ഇതിൻ്റെ ഭാഗമായിട്ട് ഒഴിവുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോവും. അങ്ങനെ കിട്ടിയിട്ടുള്ള വിവരങ്ങളും ഇതിനോടൊരു പ്രത്യേക താല്പര്യം ഒക്കെ ഉണ്ടായി. അതിൻ്റെ സാധ്യതകളെയും അതുപോലെ തന്നെ അത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന അതിൻ്റെ ഗുണങ്ങളും വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. ഒരുപാട് ആളെടുത്ത് കിട്ടിയ ഫീഡ്ബാക്കുകളൊക്കെ. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ഇതിലേക്ക് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ സാധാരണ ഒരാൾ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു മഞ്ഞ കസ്തൂരി മഞ്ഞളാണ് സാധാരണ ഇവിടെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ക്രീം കളറിൽ കസ്തൂരി മഞ്ഞളുണ്ടെന്ന് അറിയുന്നത്. ഇത് ഇപ്പോൾ മാർക്കറ്റിൽ അങ്ങനെ പൊതുവായുള്ള ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോധ്യമില്ല. അപ്പോൾ നിങ്ങളിത് ഇത്രയും ആധികാരികമായി പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണമല്ലോ. എന്താണ് അതിന് ഇത്രയും ആധികാരികമായി പറയാനുള്ളൊരു ഇതെന്താ ഉള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഞങ്ങളും മഞ്ഞ കളറാണ്, മഞ്ഞക്കൂവ എന്നുള്ള മഞ്ഞ കസ്തൂരി മഞ്ഞൾ എന്നുള്ള നില തന്നെയായിരുന്നു. പക്ഷേ ഇതിനെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയാസിലൊക്കെ പല ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതിന് ആധികാരികത കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലതരത്തിലുള്ള ആളുകളുമായിട്ട് അന്വേഷിച്ചു. അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്ന ആളുകളൊക്കെ, പാരമ്പര്യ വൈദ്യന്മാരടക്കം യഥാർത്ഥത്തിൽ നല്ല അറിവുള്ള ആളുകൾ കൃത്യമായിട്ട് മഞ്ഞക്കൂവയാണ് മഞ്ഞ കളർ ഉള്ളത് എന്നും പകരം കസ്തൂരി മഞ്ഞൾ ക്രീം കളറാണ് എന്നും പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും ഇങ്ങനെയുള്ള വാദഗതികളുണ്ട്. അതിനൊക്കെ അപ്പുറം കോഴിക്കോട് ജില്ലയുടെ പെരുവണ്ണാമൊഴിയുള്ള ഹെഡ് ഓഫ് ഇന്ത്യൻ റിസർച്ച്, സുഗന്ധവിള ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അവരുടെ ഒരു ലീഫ് ലെറ്ററൊക്കെ നമുക്ക് കിട്ടി. അവർ ഈ യഥാർത്ഥ കസ്തൂരി മഞ്ഞളിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിത്തുകളൊക്കെ അവർ ശേഖരിച്ച് വിൽക്കുന്നുണ്ട് എന്നും. അപ്പോൾ അങ്ങനെയാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഇത് തന്നെയാണെന്നുള്ള നമുക്ക് ഒരു ആധികാരികമായിട്ടുള്ള വിവരം കിട്ടിയിട്ടുള്ളത്. നിങ്ങളത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അന്വേഷിക്കുക, അങ്ങനെ എന്തെങ്കിലും സാധനം പരിപാടി ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ ഈ പരിപാടി അവരുമായിട്ട് ബന്ധപ്പെട്ടു. അതുപോലെ നമ്മളെ പ്രാദേശികമായിട്ട് നമ്മളെ കൃഷിഭവൻ അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഇതിന് ആധികാരികമായിട്ട് ഇത് തന്നെയാണ് കസ്തൂരി മഞ്ഞൾ എന്നുള്ളത് അവർ പറഞ്ഞു തരികയും
പിന്നെ അതുപോലെ ഇതുപോലെ മണ്ണുത്തി കാർഷിക സർവകലാശാലയായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് ഇത് ഉറപ്പിക്കാൻ കഴിഞ്ഞു, ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്നുള്ളത്. ഞങ്ങൾ കുറേ ഗവേഷണം നടത്തിയതാണ്. ഗവേഷണം മീൻസ് ഇത് ഒരുപാട് പേരിൽ അന്വേഷിച്ചപ്പോൾ കസ്തൂരി മഞ്ഞളാണ് എന്നുള്ള തീർച്ചയാക്കിയതിൻ്റെ പേരിൽ മാത്രമാണ് ഞങ്ങൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ഇതിൻ്റെ വിത്തുകൾ എവിടെ നിന്നാണ് ശേഖരിച്ചത് നിങ്ങൾ? ഇത് ഞങ്ങൾ ആദ്യം ഞാൻ യാദൃശികമായിട്ട് ഒരു കൃഷിയുടെ മീറ്റിംഗ്, അത് തൃശ്ശൂർ വെച്ചായിരുന്നു തോന്നുന്നു, അവിടുന്ന് ഏകദേശം 1 കിലോ വിത്ത് വാങ്ങി കൊണ്ടുവന്നിട്ട് പിന്നെ കൗതുകത്തിൻ്റെ പേരിലാണ് ഞാനിത് നടുന്നത്. അങ്ങനെ നട്ടു. അതിൽ നിന്ന് കിട്ടിയ വിത്ത് വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടി വിപുലമായിട്ട് കൃഷി ചെയ്തു. അത് പിന്നെ സോഷ്യൽ മീഡിയ വഴി കുറച്ചുകൂടെ നമുക്ക് സെയിലൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതല്ല, ഇപ്പോൾ എത്ര സ്ഥലത്ത് ഇത് ഏകദേശം എത്ര സെന്റിൽ കൃഷി ചെയ്യുന്നുണ്ട്? ഇപ്പം നമ്മൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഏകദേശം 1 ഏക്കറിലാണ് ഇപ്പോൾ നമ്മളെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നത്. 1 ഏക്കറിൽ കൃഷി നടക്കുന്നുണ്ട്. അത് ഈ മഞ്ഞൾ മാത്രമാണ്, അതായത് കസ്തൂരി മഞ്ഞൾ മാത്രമാണ് വെച്ചത്? കസ്തൂരി മഞ്ഞൾ മാത്രമായിട്ട് നമ്മൾ 1 ഏക്കറിൽ ചെയ്യുന്നുണ്ട്. അതിന് കൂടാതെ കരിമഞ്ഞൾ ചെയ്യുന്നുണ്ട്. അതുപോലെ മഞ്ഞൾ വർഗ്ഗങ്ങളായ പ്രതിഭാ മഞ്ഞളുണ്ട്, നാടൻ മഞ്ഞളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്നുള്ള രീതിയിലൊരു ഇതില്ല. മറ്റു മഞ്ഞളാണ് കൂടുതലായിട്ടും ജനങ്ങൾക്ക് അറിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ മാർക്കറ്റിനെ അത് ബാധിക്കില്ല? നിങ്ങൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവം വരില്ലേ? അല്ല, അതിന് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മളെ ഇവിടുത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി ഇത് തന്നെയാണ്. കാരണം ഇതിനെപ്പറ്റി അറിയുന്നവർ വളരെ കുറവായതുകൊണ്ട് അധിക പേര് ഇത് ചെയ്യുന്നില്ല. ഇത് കൃത്യമായിട്ടും ഇതാണെന്ന് അറിയുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഇത് അന്വേഷിച്ച് വരികയും. അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് അറിയുന്നവർ കുറച്ചാണ്, ഇത് ചെയ്യുന്നവരും കുറച്ചാണ്. അതുകൊണ്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വശമുണ്ട്. കാരണം കൂടുതൽ ഈ സോഷ്യൽ മീഡിയയും മറ്റുള്ള കാര്യങ്ങളും ഇതിന് ആധികാരികമായിട്ട് അന്വേഷിക്കുന്നവർക്ക് ഇതാണ് യഥാർത്ഥം കസ്തൂരി മഞ്ഞൾ എന്ന് അറിയിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആവശ്യം വരും. അത് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ കേരളത്തിലെ പ്രമുഖ ആയുർവേദ കമ്പനികൾ പോലും നമ്മുടെ മഞ്ഞക്കുവയുടെ പൊടിയാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞിട്ടാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് ഏകദേശം കേരളത്തിൽ കുറച്ച് പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കൃഷിയാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കസ്തൂരി മഞ്ഞൾ. ഒറിജിനൽ ക്രീം കളറാണ്, ഇതിൻ്റെ നിറം തന്നെ ക്രീം കളറാണ്. ഇതിൻ്റെ പൊടി ഏകദേശം ഒരു ഐവറി കളറാണ്. ഇത് പൊടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉണക്കി പൊടിച്ചു കഴിഞ്ഞാൽ ഐവറി കളറാണ് ഉണ്ടാവുക. ഈ സാധനം ഏകദേശം കുറച്ച് കർഷകരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൃഷിയായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് മാസത്തിലാണ് ഇത് നടുക, അതുപോലെ തന്നെ ഇത് വിളവെടുക്കുക, ഇതിൻ്റെ കാലാവധി എപ്പോഴാണ്? ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിഴങ്ങ് വർഗ്ഗ വിളയാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞളൊക്കെ കൃഷി ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിത്ത് ശേഖരിച്ച് മെയ് മാസത്തിലാണ് അതിൻ്റെ ഒരു മെയ് മാസം ജൂൺ ആ ഒരു സമയത്താണ് അതിന് നടാൻ തുടങ്ങുന്നത്. അതായത് ഇത് മുഴുവനായിട്ടും മഴയെ ആശ്രയിച്ചിട്ട് നമ്മൾ ഇതിന് പ്രത്യേക പരിചരണം, വെള്ളം നനച്ചു കൊടുക്കുന്ന ഒരു കൃഷി അല്ല. മഴക്കാലത്താണ് നമ്മളിത് ചെയ്യുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ തുടങ്ങിയിട്ട് അത് ഒരു ഡിസംബർ ആവുന്നതോട് കൂടിയിട്ട് നമ്മളത് വിളവെടുക്കും. ഏകദേശം ഒരു 6 മാസക്കാലം കൊണ്ട് നമുക്കത് വിളവെടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. ഈ കസ്തൂരി മഞ്ഞളിനെ എന്തെങ്കിലും രോഗബാധ നിങ്ങളിപ്പോൾ ഇതുവരെയുള്ള ഒരു അനുഭവത്തിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? അതായത് ഇതിനെന്തെങ്കിലും കേടുപാടുകൾ വന്നിട്ടുണ്ടോ? അങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യുന്ന പ്രതിവിധി എന്താണ്? സാധാരണ നമ്മുടെ മറ്റുള്ള വിളകളെ അപേക്ഷിച്ചിട്ട് കീടബാധകൾ വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ഒരു കൃഷി എന്നുള്ള നിലയ്ക്ക് സ്വാഭാവികമായിട്ടും അതിന് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സാധാരണ അതിൻ്റെ വിത്തിൽ വരുന്ന ഒരു വിഷയം ആണ് നമ്മളെ നേരിട്ട് ബാധിച്ചിട്ടുള്ളത്. അതിനൊരു പുഴു കയറുന്ന പോലെ ഒരു ചെറിയൊരു ചീഞ്ഞു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. അത് വിത്തിൽ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ഉണ്ടാവാം. അതുപോലെ തന്നെ അത് മുളച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൂമ്പ് ചെയ്യുന്ന ഒരു അസുഖവും നമുക്കതിൽ കോമൺ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിനെ ഒരു പ്രതിവിധിയായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ സ്യൂഡോമോണാസിൽ ഈ വിത്തൊന്ന് മുക്കിയെടുത്തതിന് ശേഷമാണ് നമ്മൾ നടീലിന് വേണ്ടിയിട്ട് അത് നടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം സ്യൂഡോമോണാസ് അത് 1-2-3 ഇല ആയതിനു ശേഷം ഒഴിച്ചെടുക്കുന്നത് നല്ലതാണ്. ഈ കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ, ഏറ്റവും ക്വാളിറ്റി ഉള്ള കസ്തൂരി മഞ്ഞളാണ് നിങ്ങൾ കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് അതിനനുസരിച്ചിട്ടുള്ളൊരു വില നിങ്ങൾക്ക് കിട്ടണ്ടേ? ഇപ്പോൾ സാധാരണ മാർക്കറ്റിലുള്ള കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞ് കൊടുക്കാൻ അത്യാവശ്യം വിലയുണ്ട്, അത് ഓക്കെയാണ്. പക്ഷേ ആ ഒരു റേഞ്ചിലല്ലല്ലോ നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന കസ്തൂരി മഞ്ഞളിന് സ്വാഭാവികമായിട്ടും കിട്ടേണ്ട ഒരു വില. അപ്പോൾ നിങ്ങളിത് എങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്? ഇതിൻ്റെ വില എന്താണ്, നിങ്ങൾക്ക് കിട്ടുന്ന വില എന്താണ്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മഞ്ഞക്കൂവ എന്നുള്ള ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയ മറ്റേ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഉണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അതായത് അതിപ്പോൾ ഏകദേശം നമുക്ക് 1 കിലോയ്ക്ക് പൊടിക്ക് ഏകദേശം 1000 രൂപ വരെ വില വരുമ്പോൾ ഇതിന് ഏകദേശം ഒരു 2500 രൂപയാണ്. 1500 രൂപ വ്യത്യാസമുണ്ട്. അതെ, 2500 രൂപയ്ക്കാണ് നമ്മൾ ഇത് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ പ്രധാനം.
പിന്നെ സാധാരണ മഞ്ഞക്കൂവയുടെ പൊടിയും ഇതുമായിട്ടുള്ള മെയിൻ കമ്പാരിസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണമേന്മ. അതായത് നമ്മളിത് ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഇത് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവായിട്ട് നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റം നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്കും അങ്ങനെ തന്നെയാണ്. മനസ്സിലായില്ല. പിന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെയാണ് ഇതിൻ്റെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിതൊരു പ്രൊഡക്റ്റായിട്ട് ഇതുവരെ മാർക്കറ്റിൽ എത്തിച്ചിട്ടില്ല. ഇത് കേരളത്തിലൊരു മാർക്കറ്റിലും ഇതൊരു പ്രൊഡക്റ്റായിട്ട് അവൈലബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല. അത് നമുക്കതിനെപ്പറ്റി ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. പിന്നെ നമ്മളിതൊരു പ്രൊഡക്റ്റായിട്ട് മാർക്കറ്റിൽ എത്തിക്കാനുള്ള ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ജനുവരിയോട് കൂടിയിട്ട് ഒരു ലേബൽ ചെയ്തൊരു പ്രൊഡക്റ്റായിട്ട് തന്നെ ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആവും. ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ അയക്കുമ്പോഴേ ഇതിന്റെ വിത്ത് ആളുകൾക്ക് അയച്ചു കൊടുക്കാറുണ്ടോ, അതോ ഇത് പൊടിയായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്? എങ്ങനെ ഇതിന്റെ? തീർച്ചയായിട്ടും നമ്മൾ വിത്തും ഇത് പിന്നെ ആൾക്കാർക്കിലേക്ക് എത്തിക്കുന്നുണ്ട്, പൗഡറായിട്ടും നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട്. കാരണം ഇത് കൂടുതലായിട്ട് വിത്ത് ആളുകളിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടാവുകയുള്ളൂ. മനസ്സിലായില്ലേ? വിത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് വിലക്കാണ് കൊടുക്കുന്നത്? വിത്തിന് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് വില 500 രൂപയാണ് ഒരു കിലോയ്ക്ക്. 500 രൂപ. അതെ അതെ. ശരി. ഇത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവത്തിൽ ഇപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്? 1.5 വർഷമല്ലേ തുടങ്ങിയിട്ട്? 1.5 വർഷം. ഈ 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏകദേശം ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് ഇത് വൈഡായിട്ട് പോയിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയ വഴിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇത് വിറ്റഴിക്കുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുടക്കം നമ്മൾ ചെയ്തപ്പം ഒരു 10 കിലോ വിറ്റഴിക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. ഈ സാധനം ഇനി എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഒരു ചെറിയൊരു ഇടപെടൽ നടത്തുന്നത്. അപ്പോൾ അതിന് നമ്മൾ വിചാരിക്കാത്ത വലിയൊരു റിസൾട്ട് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ അത് മുഴുവൻ നമ്മളടുത്തുനിന്ന് വിറ്റ് പോവുകയും പിന്നീട് നമ്മൾ അത് കൂടുതൽ അടുത്ത വർഷം കുറച്ചും കൂടെ അധികം അത് കൃഷി ചെയ്യുകയും ചെയ്തു. അത് വീണ്ടും നമുക്ക് വിറ്റഴിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ ജില്ലക്കുള്ളിലും പിന്നെ പെട്ടെന്ന് വന്ന് കൊണ്ടുപോകാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. അത് കഴിഞ്ഞ് നമ്മുടെ ജില്ലക്ക് പുറത്തേക്ക് എത്തി, നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തേക്ക് എത്തി. ഇപ്പം നമുക്ക് പുറത്തുനിന്നുള്ള രാജ്യങ്ങളിലേക്ക് പോലും നമുക്ക് ഈ സാധനങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ആളുകൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള കുടുംബങ്ങൾക്ക് അവരുടെ കുട്ടികളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സൗന്ദര്യവർദ്ധക വസ്തു എന്നുള്ള നിലക്ക് ഒക്കെ അവർ ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പൊടിയായിട്ട് കൊടുക്കണമെന്ന് പറയണം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇത് പൊടിയാക്കുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഓക്കെ. ഇത് നമ്മൾ പറഞ്ഞല്ലോ, ഏകദേശം ഒരു മഞ്ഞളിൻ്റെ കാലയളവ് തന്നെയാണ്. സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന മഞ്ഞളിൻ്റെ കാലയളവ് തന്നെയാണ് ഇതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഡിസംബർ ആകുമ്പോഴേക്ക് അതിൻ്റെ തണ്ടെല്ലാം കൊഴിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളത് വിളവെടുക്കും. വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തോലി ചെത്തിയതിന് ശേഷം നമ്മളത് വെയിലത്ത് ഉണക്കാൻ വെക്കും. പച്ചയിലാണ് ഇത് സാധാരണ, പുഴുങ്ങിയതിന് ശേഷമല്ല ചെയ്യുക. അരിഞ്ഞതിന് ശേഷം നമ്മൾ വെയിലത്ത് അത് ഉണക്കാൻ ചെറിയ ചിപ്സ് ആക്കി വെക്കും. അതിനുശേഷം ആ ചിപ്സാണ് നമ്മൾ പിന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. മില്ലിൽ കൊണ്ടുപോയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അത് ഞാൻ ചോദിക്കാം, ഇപ്പൊ ഈ കൂവയുണ്ടല്ലോ, ഈ മഞ്ഞ ഉണ്ടല്ലോ, അതായത് കസ്തൂരി മഞ്ഞൾ ഉണ്ടല്ലോ, കസ്തൂരി മഞ്ഞളിന്റെ ഒരു മുരടിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഒരു ഏകദേശം എത്ര കിട്ടും? അത് നമ്മൾ ഡിപ്പെൻഡിങ് അതിന്റെ ഒരു ഗ്രോത്തിനനുസരിച്ചാണ് കിട്ടുക. എങ്കിലും ഒരു ശരാശരി 500 ഗ്രാം മുതൽ ഒരു കിലോയിലധികം നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരേക്കർ ചെയ്യുന്നുണ്ട് അല്ലേ? ഒരേക്കർ നിങ്ങൾക്ക് എത്ര കിലോ ഏകദേശം കിട്ടും? നമ്മളിപ്പോൾ ഒരു 2 ടണ്ണോളമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് പച്ചയില്. അതിനുശേഷം അതിൻ്റെ ഉണക്കുമ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം പെടും. ഇത് പൊടിക്കുന്ന സമയത്തേ നിങ്ങൾ മില്ലിലല്ലേ ഇത് സാധനം? അതെ. അപ്പോൾ ഇതിൻ്റെ തൊലി സംഭവങ്ങളൊക്കെ അത് നമ്മൾ സാധാ മഞ്ഞൾ ചെയ്യുന്ന പോലെ തന്നെയാണോ? അതെങ്ങനെയാണ് ഇതിപ്പോ നിങ്ങൾ കഷ്ണം വെട്ടി ചിപ്സ് ആക്കിയിട്ട് ഉണക്കുമ്പോൾ ഇത് തോലും കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടിട്ടാണ്? തോല് ചുരണ്ടി കൊടുത്ത് നമ്മളിത് പിന്നെ ഉണക്കാൻ ചിപ്സ് ആക്കി ചിപ്സ് ആക്കുന്നത്. ചെറിയ കനത്തിൽ അരിഞ്ഞിട്ടിട്ട് ഉണക്കുക. ഏകദേശം ഒരു പിന്നെ ഒരാഴ്ച. അതായത് നല്ല വെയിലിൽ ഉണക്കാൻ പാടില്ല, തണലിൽ ഉണങ്ങണം. ഏകദേശം രാവിലെ ഒരു 11 മണി വരെയുള്ള വെയിലെന്നാണ് ഇതിന് പറയുക. അതിനുശേഷം പിന്നെ ഒരു 3 മണിക്ക് ശേഷമുള്ള വെയിൽ. അതായത് ഉച്ചയ്ക്കുള്ള വെയിൽ ഇതിൽ കൊള്ളിക്കാൻ പാടില്ല, അതിന്റെ ഗുണമേന്മ നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ മാർക്കറ്റിൽ ഒരു കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയുണ്ട്, സംഭവം ഉണ്ട്. കാരണം ഇത് ആണ് ഒറിജിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി തൈകൾ കണ്ടാൽ നമ്മുടെ സാധാരണക്കാർക്ക് എങ്ങനെ മനസ്സിലാവും? എന്താണ് അതിൻ്റെ ഒരു ഇത്? തീർച്ചയായിട്ടും പലപ്പോഴും സാധാരണക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു സാധാരണ നമ്മൾ മഞ്ഞക്കൂവ എന്ന് പറഞ്ഞ് നമ്മൾ നാട്ടിൽ കിട്ടുന്ന
കൂവ ഉണ്ടല്ലോ, കൂവയല്ല, നമ്മളെ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് നാട്ടിൽ കിട്ടുന്നത്. ഇത് ശരിക്കും ഒരു കൂവ വർഗത്തിൽപ്പെട്ട സാധനമാണ്. ഇതിന്റെ ഇല നോക്കുകയാണെങ്കിൽ ഇതേപോലെയുള്ള ഒരു കറുത്ത പാട് കാണാൻ പറ്റും. ഇത് മാർക്കറ്റിൽ കസ്തൂരി മഞ്ഞൾ അതിന്റെ ഒരു ഇലയാണ് ഈ എടുത്തിട്ടുള്ളത്. അതിന്റെ ഇല ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഇല ഉണ്ടാവും. നമ്മുടെ ഒറിജിനൽ ക്രീം കളർ കസ്തൂരി മഞ്ഞൾ ഉണ്ടാവില്ല. ഒറിജിനൽ ഇത് കണ്ട ഈ ഇല കണ്ടാൽ അറിയാം. ഇത് പറയുമ്പോൾ കുറച്ച് മൂപ്പ് കൂടിയിട്ടുള്ള ഇലയാണ് എങ്കിൽ പോലും ഇതിന്റെ വ്യത്യാസം നമുക്ക് കാണുമ്പോൾ ഈ നടുക്കുള്ള ഈ വര ഇതിനുണ്ടാവില്ല. മാത്രമല്ല കൂവ വർഗത്തിൽപ്പെട്ട നമ്മൾ നീലക്കൂവ എന്നൊക്കെ പറയുന്നത്, അതുപോലെ കാട്ടുകൂവ എന്നൊക്കെ പറയുന്ന ഇത്തരം കൂവക്ക് മുഴുവൻ ഇത്തരത്തിലുള്ള കളർ നമുക്ക് കാണാൻ പറ്റും. അതൊരു കൂവ വർഗത്തിലാണ്. അതുകൊണ്ടാണ് നമ്മളതിനെ മഞ്ഞക്കൂവ എന്നാണ് പറയുന്നത്. അതിനെ അറിവില്ലാതെ അല്ലെങ്കിൽ തെറ്റായിട്ടാണ് നമ്മൾ ഈ കസ്തൂരി മഞ്ഞൾ എന്ന് പറയുന്നത്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായിക്കൊള്ളണമെന്നില്ല. മഞ്ഞക്കൂവയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞക്കൂവ കൂവപ്പൊടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഈ മഞ്ഞക്കൂവ അരച്ചിട്ടത് പൊടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ലൈറ്റ് യെല്ലോയിഷ് ആയിട്ടുള്ളൊരു വൈറ്റ് കളറാണ് ഉണ്ടാവുക. അതേപോലെ അത് ഉണക്കി പൊടിക്കുമ്പോഴാണ് നമ്മൾ ഒരു ഡാർക്ക് മഞ്ഞ കളർ വരുന്നത്. അതാണ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയ ഉണക്കി പൊടിക്കുമ്പോൾ. അതെ അതെ, അതായത് മറ്റുള്ള മഞ്ഞ നീലക്കൂവയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ പൊടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ലൈറ്റ് ആയിട്ടുള്ള മഞ്ഞയായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിന്റെ ഇല കണ്ടാൽ നമുക്കറിയാം ഇത് മഞ്ഞളിന്റെ ഇലയുടെ സമയമുണ്ട്, പക്ഷെ വീതിയിലേക്ക് വ്യത്യാസമുണ്ട്. അതല്ല ആ വരയുടെ കാര്യം, മഞ്ഞൾ കുറഞ്ഞ വ്യത്യാസമേ ഉള്ളൂ. ഇതിന് ഒരു വീതി വ്യത്യാസം ഉണ്ടാവും. മഞ്ഞളിന്റെ ഇല എപ്പോഴും ഒരു കൂർത്തിട്ടായിരിക്കും അതിന്റെ പ്രത്യേകത. അങ്ങനെയാണ്, മഞ്ഞളിന്റെ ഇലക്ക് എപ്പോഴും ഒരു വീതി കുറവായിരിക്കും. ഇതിന്റെ ഇല കുറച്ച് വീതിയിലായിരിക്കും. പിന്നെ ഒരു സോഫ്റ്റ് ആണ്, ഇതിന്റെ അടിഭാഗം തൊട്ട് കഴിയുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ് ആണ് ഇത്. അതായത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ ഇല ഒരു സോഫ്റ്റ് ആയിരിക്കും അടിഭാഗം ഉണ്ടാവുക. അതുപോലെ നടുക്ക് വര ഉണ്ടാവില്ല. പിന്നെ മഞ്ഞളിന്റെ ഇല അപേക്ഷിച്ച് കുറച്ച് വീതി കൂടുതലുണ്ടാവും. അല്ലേ? അപ്പോൾ നമ്മളെ കൃഷികളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൽ എങ്ങനെയാണ് വിത്ത് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ ബെഡ് എടുക്കുക എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. വിത്ത് കുഴിച്ചിടുന്ന രീതികൾ ഒന്ന് നോക്കാം. നമ്മൾ ചെയ്തോളൂ. അപ്പോൾ ഇങ്ങനെ ഒരു 25 സെന്റിമീറ്റർ അകലത്തിൽ കുഴി എടുത്തതിന് ശേഷം ഒന്ന് മൊത്തത്തിലൊന്ന് കളക്കാം. നമുക്ക് ഞാൻ കളക്കാം കേട്ടോ. ഈ രൂപത്തിലാണ് നമ്മൾ അതിൽ ബെഡ് എടുക്കുന്നത്. നമ്മൾ വിത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ 1, 2, 3 ആ ഒരു നിലക്കായിട്ട് കുഴി എടുക്കും. ജസ്റ്റ് കൈക്കോട്ടുണ്ട് ഒറ്റ തോണ്ടൽ തോണ്ടി കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ടുള്ള ഒരു ഇത് കിട്ടും. അപ്പോൾ ഏകദേശം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഇത് കണ്ടോ, ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും നമുക്കത് കിട്ടുക. നമ്മൾ തറ ചെറിയൊരു വീതി കുറവുള്ളതുകൊണ്ടാണ് ഏകദേശം ഇവിടെ നമ്മളൊരു വിത്തിടുകയാണെങ്കിൽ. പ്രേക്ഷകർ കാണാൻ വേണ്ടി മാത്രമുള്ള ഒരു ഡെമോ ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ ഇത് ചാണകപ്പൊടിയാണ്. ജസ്റ്റ് ചാണകപ്പൊടി നമ്മൾ ഓരോ പിടി മാത്രം തൽക്കാലം ഇടാം. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് കുഴി ഒന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ഇതാണ് നമുക്ക് നടാൻ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ വിത്ത്. ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ സമയമാവുന്നുള്ളൂ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് അതിൽ പതിച്ച് വെക്കാം. അല്ല, അങ്ങനെയൊന്നുമില്ല. എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഏകദേശം അത് മുകൾ ഭാഗത്തേക്ക് തന്നെ വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം സൈസുള്ളത് വേണം നമ്മൾ ഇതിലേക്ക് വിത്തിനായിട്ട് തിരഞ്ഞെടുക്കാൻ. ഇപ്പം വളരെ ചെറുത് അല്ല നല്ലത്. പിന്നെ നമുക്ക് ചെറുത് വേണമെങ്കിൽ 1, 2 ഒക്കെ കൂടുതലായിട്ടൊക്കെ നമ്മൾ എടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളതുണ്ടെങ്കിൽ ഒന്ന് അഡീഷണൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മൂടിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇതിൻ്റെ ജോലി കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഇതിൻ്റെ കൃഷി രീതികൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ എങ്ങനെ നിങ്ങൾ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെയാണ് ഇനി ഇതിൻ്റെ വളം കൊടുക്കുന്ന രീതി എങ്ങനെയാണ്? നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ചെയ്യാറ്? നമ്മളിവിടെ ചെയ്യുന്ന ഒരു രീതി നമുക്ക് പറയാം. ഞങ്ങളിവിടെ മുഴുവനായിട്ടും ഓർഗാനിക് തരത്തിലുള്ള മുഴുവനായിട്ടും ഓർഗാനിക് ആയിട്ടുള്ള ഒരു രൂപത്തിലാണ് ഇവിടെ ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഒന്ന് പറയാം. ഇവിടെ ഇത് കണ്ടോ, ഇത് നമ്മുടെ കടലപ്പിണ്ണാക്കാണ്. ഇത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി കടലപ്പിണ്ണാക്കാണ് ഈ സാധനം. ഇത് നമ്മൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല പാല് കളറിലുള്ള നല്ല
നല്ല കളറായിട്ട് നമുക്ക് വരും, നല്ല വെള്ള കളറായിട്ട് വരും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി എടുക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പാൽ കളറിൽ നല്ല കളറിൽ നമുക്ക് ഈ സാധനം കിട്ടും. ഒരു 5 മിനിറ്റ് നമ്മളിത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഈ ഒരു പാൽ കളറ് നമുക്ക് കിട്ടൂല. അതിനുശേഷം ഇതിപ്പോൾ 1 കിലോ ആണുള്ളത്. അതിലേക്കൊരു 250 ഗ്രാം ശർക്കര, ഒരു ഏകദേശ അളവ് മതി. 250 ഗ്രാം ശർക്കര നമുക്ക് ഇടാം. എത്രയാണ് പിണ്ണാക്ക് എടുക്കുന്നത്? അതിൻ്റെ 4/1. അതിൻ്റെ 4/1 ശർക്കര. 250 ഗ്രാം ശർക്കര. ഈ ചാണകം നമുക്ക് നമ്മുടെ ഈ ടാങ്കിലേക്ക് ഒഴിക്കാം. ചാണകം കലങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അത്രയാണ് വെള്ളത്തിൻ്റെ ഒരു ആവശ്യം. അത്ര വെള്ളം നമുക്ക് ആവശ്യം മതി. ഇപ്പം ഇത് നമുക്കിത് കാണാൻ പറ്റും. വളരെ കുഴമ്പ് രൂപത്തിലായിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇനി ഇത് വെക്കുകയാണെങ്കിൽ ഇനി നല്ല നല്ല ഇതായിട്ട് വരും. അപ്പം നമുക്ക് ഇനി ഇത് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം കുറച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പം ഇതിൻ്റെ ഒരു കളറ് തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനിയൊരു 3 ദിവസം നമ്മളിത് ഇതേപടി വെക്കും. നമ്മളിത് രാവിലെ വൈകിട്ട് ഇളക്കി കൊടുക്കണം. ജീവാമൃതം ശൈലി തന്നെയാണ്. അതെ അതെ, ജീവാമൃതം ശൈലി തന്നെയാണ്. ജീവാമൃതത്തിന്റെ ചെറിയൊരു പതിപ്പാണ് ശരിക്കും. കാരണം നമ്മള് അത്ര ദിവസം വേണ്ട അല്ലെ? ജീവാമൃതത്തിന് ഒരുപാട് കണ്ടന്റ്സ്, ഒരുപാട് സംഭവങ്ങൾ ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് അത്രയും ആവശ്യമില്ല. കുറച്ച് ദിവസങ്ങൾ കൂടുതൽ 3 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതും മറ്റുള്ള വളമൊക്കെ ഉള്ളത് ഇതിന്റെ മുമ്പ് ചെയ്ത സമയത്തൊക്കെ നമ്മൾ ചെറുതായിട്ട് ചെയ്തിരുന്ന സമയത്ത് അത് ടെസ്റ്റ് ചെയ്യും. നമ്മളെ ഒരു പരീക്ഷണം, നമ്മുടേതായിട്ടുള്ള ഒരു പരീക്ഷണശാല നമുക്കുണ്ട്. അതായത് മറ്റു വളം കൊടുത്തതിന് ശേഷം ഒരു ഏരിയയിൽ കുറച്ച് ഈ മറ്റു വളം കൊടുക്കും. അതിന്റെ ഗ്രോത്തും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം നമ്മൾ ഇത് ചെയ്തിട്ട് ഇതിന്റെ ഗ്രോത്തും ഒന്ന് കമ്പയർ ചെയ്യും. അപ്പം നമുക്ക് കാണാൻ പറ്റും വളരെ വലിയ ഗ്രോത്ത് ഇതിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷെ ഇത് പലരും ചെയ്യുന്നുണ്ട്. നമുക്ക് പല ആളുകളും നമ്മളെ പല സോഷ്യൽ മീഡിയ വഴിയൊക്കെ പറയുന്നതാൾക്ക് കേൾക്കാൻ പറ്റും ഇത്തരത്തിലുള്ള വളപ്രയോഗങ്ങൾ. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോണേ? ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ വളപ്രയോഗമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ചാണകം, ശർക്കര, അതുപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, അതിന്റെ അനുപാതം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 3 ദിവസത്തിന് ശേഷം അത് നല്ല കട്ടിയായിട്ട് വരികയും അതിലേക്ക് പിന്നീട് അതിന്റെ 7 ഇരട്ടി വെള്ളം ചേർത്ത് ഈ കാണുന്ന ഒരു രൂപത്തിലേക്ക് നമുക്കത് ആക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷമാണ് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള 3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവമാണ്. നമ്മൾ 7 ഇരട്ടി വരെ വെള്ളം അതിലേക്ക് ചേർക്കാവുന്നതാണ്. ചേർത്തിട്ട് ഇത് ഒഴിക്കില്ല. ഇതിപ്പോ വളം കൊടുക്കേണ്ട സമയമാണോ? ഇത് പിന്നെ 1ാമത്തെ വളം ഇതിന് കൊടുത്തു കഴിഞ്ഞു. 2ാമത്തെ വളപ്രയോഗത്തിന്റെ സമയമാണ് ഇപ്പോൾ ഏകദേശം. അപ്പൊ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് അതിന്റെ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ 25 സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് നമ്മൾ ഓരോ തൈ നട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന്റെ വിത്ത് ഇട്ടിട്ടുള്ളത്. അതിന്റെ കറക്റ്റ് സെന്ററിൽ കൂടെ നമ്മൾ അതങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് അതിന്റെ കറക്റ്റ് സെന്ററിൽ കൂടെ അതിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അത് 2 ഭാഗത്തേക്കും അത് കിട്ടുന്നതായിരിക്കും. ഇതിന്റെ സെന്ററിൽ ഒഴിച്ചു കൊടുക്കാം അല്ലേ? ബാക്കോട്ട് പോയിക്കോ ഷിബു. അപ്പോൾ നമ്മൾ വളപ്രയോഗം നടത്തി കഴിഞ്ഞു. നമ്മൾ തയ്യാറാക്കി വെച്ച മിശ്രിതം ഇതിലേക്ക് വെള്ളം ചേർത്ത് ഒഴിച്ചു. അതിനുശേഷം ഒന്നും കൂടെ അതിൻ്റെ മുകളിലേക്ക് മണ്ണിടുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇത് ആദ്യം വളപ്രയോഗം കഴിഞ്ഞ നേരം മണ്ണിടാം. ഇത് 1ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതിലേക്ക് പച്ചിലകൾ കൂടി ഇടുന്നത് കൂടുതൽ നന്നായിരിക്കും. നിർബന്ധമുള്ള കാര്യമല്ല, പക്ഷെ എങ്കിലും സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു വേരോട്ടം കിട്ടാൻ ഏറ്റവും നല്ലത് പച്ചിലകളും കൂടെ അതിൽ ചേർത്തിട്ട് അതിൻ്റെ മേലെ മണ്ണിടുന്നതാണ്. ഇത് നമ്മുടെ പുൽപ്പറ്റ കൃഷിഭവൻ്റെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അനൂപ് സാറാണ്.
അനൂപ് സാറ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുഴുവൻ സപ്പോർട്ടും പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയും ഇതിൻ്റെ വിത്താണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും എപ്പം വേണമെങ്കിലും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരാളും കൂടിയാണ് ഇദ്ദേഹം. സാർ ഇവരെ ഇപ്പോൾ ഒരു സാധാരണ രീതിയിലല്ല, അതായത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ സാധനമല്ല ഇവരിവിടെ ചെയ്യുന്നത്. ഇത് ഒറിജിനൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടുണ്ടാവും, കാരണം നിങ്ങളുടെ കൃഷി ഓഫീസിന്റെ കീഴിലായതുകൊണ്ട്. അതെ അതെ. അപ്പോൾ ഇതിന് ഇവർക്ക് എന്തെങ്കിലും സബ്സിഡിയോ കാര്യങ്ങൾ ഇവർക്ക് ഇതിൽ ഈ കൃഷി വകുപ്പിന്റെ എന്ത് സപ്പോർട്ടാണ് ഇവർക്ക് ഇതിൽ കൊടുക്കാറ്? നമ്മുടെ കൃഷി വകുപ്പിന്റെ രീതിയിൽ എന്ന് പറയുകയാണെങ്കിൽ കാർഷിക മേഖല ഏറ്റവും പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നം യുവാക്കളെ കാർഷിക മേഖലയിലേക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് സീനിയറായ കർഷകരെല്ലാം അവരുടെ കൃഷി ജോലി മറ്റും കാര്യങ്ങളും നിർത്തി അവരെല്ലാം വിശ്രമവേളയിലേക്ക് ഉള്ള സമയത്ത് അവരുടെ മക്കളൊന്നും ഒരിക്കലും ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്നില്ല. അപ്പോൾ ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് ഈ കാർഷിക മേഖലയിലേക്ക് ഇവർ വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് യുവ തലമുറയ്ക്കൊക്കെ ഒരു പ്രചോദനമാണ്. ഈ പഞ്ചായത്തിൽ തന്നെ അതുമാത്രമല്ല കസ്തൂരി മഞ്ഞളെല്ലാം ഇത് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊരു ക്രീം കളറാണ് ശരിക്കും കസ്തൂരി മഞ്ഞളുടെ. പല രീതിയിൽ എന്താ പറയുക പല നിറത്തിലുള്ള സാധനങ്ങൾ കസ്തൂരി മഞ്ഞളാണെന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും ഇത് വ്യാപകമായിട്ട് വിറ്റഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി ഇവർ വ്യക്തമായി മനസ്സിലാക്കി പല സ്ഥലങ്ങളിലും പോയിട്ട് ഈ വിത്തെല്ലാം കളക്ട് ചെയ്ത് ഇതിൻ്റെ ശാസ്ത്രീയമായ കൃഷി രീതികൾ, ജൈവ രീതിയിൽ എങ്ങനെ ഇത് നാടാം, എങ്ങനെ ഇതിൻ്റെ പരിപാലനങ്ങൾ, ഇതിന് വരുന്ന രോഗങ്ങൾ, എങ്ങനെ ഈ ചീച്ചിൽ രോഗമൊക്കെ ഇതിന് നന്നായിട്ട് വരും. അപ്പോൾ അതിനുള്ള പ്രതിരോധശേഷിയായിട്ട് ഈ സ്യൂഡോമോണാസ്, ട്രൈക്കോഡർമ തുടങ്ങിയ നമ്മുടെ ബയോ ഫെർട്ടിലൈസേഴ്സും സംഭവങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇതിനെ നല്ല രീതിയിൽ ചെയ്തിട്ട് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ജാബിർ മാഷ് എന്നൊക്കെ പറയുമ്പോൾ, ഷിബു എന്നൊക്കെ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിച്ച് ഓഫീസ് ടൈമിൽ നിന്നില്ല, രാത്രി ആയാലും എപ്പോഴായാലും അവർ നിരന്തരം വിളിച്ച് സംസാരിക്കുന്നു, ഓരോ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. ഇതെല്ലാം നമ്മളെ സമയത്തിനനുസരിച്ച് ദൂരീകരിച്ച് കൊടുക്കാറുണ്ട്. ഈ മഞ്ഞൾ മാത്രമല്ല ഇവർക്ക് എന്താ പറയുക വീട്ടാവശ്യത്തിന് എന്താ പറയുക തെങ്ങ്, പച്ചക്കറി, വാഴ ഇതെല്ലാം ഇവർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റ് പല പ്ലോട്ടുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനത് വലിയൊരു കാര്യമാണ്. കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ പല തിരക്ക് പിടിച്ച ജോലികൾക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്യാന്നുള്ളത് വലിയൊരു ഘടകം തന്നെയാണ്. എന്തായാലും കൃഷി വകുപ്പിന്റെ എന്തെല്ലാം സപ്പോർട്ട് ഇവർക്കുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമുക്ക് മഞ്ഞൾ, ഇഞ്ചിക്കൊക്കെ ധാരാളം സബ്സിഡി വരാറുണ്ട്. അപ്പോൾ ആ പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ട് ഇവർക്ക് ഇതിൻ്റെ ആനുകൂല്യം നമ്മൾ കൊടുക്കുന്നതായിരിക്കും.